നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് കേരളം. ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് കേരളത്തിൽ പോളിംഗ്. മെയ് 4 വരെ ഈ പോളിംഗിൻ്റെ ഫലമറിയാനായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലമറിയാനായി കാത്തിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എന്തായാലും നനച്ചിരിക്കാതെയാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത്. ആ പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഏപ്രിൽ 9-ന് തന്നെ നടക്കും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ വളരെ അടുത്ത ഒരു സമയത്തേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരു മാസം പോലും തികച്ചില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളിലും പല മുന്നണികളിലും ഇതുവരെയും സീറ്റ് ഷെയറിങ്ങോ സ്ഥാനാർത്ഥി നിർണയമോ പോലും പൂർത്തിയാകാത്ത സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിലുണ്ടായ വലിയ പടലപ്പിണക്കം, വലിയ കലാപം ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. മുൻ KPCC അധ്യക്ഷനായിരുന്ന കെ സുധാകരന് മത്സരിക്കാൻ മോഹം ഉണ്ടായി. അദ്ദേഹം MP ആണ്, എങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായി കണ്ണൂർ സീറ്റിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ പാർട്ടി അദ്ദേഹത്തിന് മത്സരിക്കാൻ അനുമതി കൊടുക്കുന്നില്ല. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അധികാര വടംവലിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ MP-മാരെ രംഗത്തേക്ക് ഇറക്കേണ്ടതില്ല എന്നൊക്കെയുള്ള നയമൊക്കെ സ്വീകരിച്ചുകൊണ്ട് സീനിയറായിട്ടുള്ള പലരെയും വെട്ടിമാറ്റിയിരിക്കുന്നത്. അങ്ങനെയുള്ള വെട്ടിമാറ്റലിനെതിരെയാണ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധിച്ചത്. ഹൈക്കമാൻഡിന് മുന്നിൽ അദ്ദേഹം ദീർഘനേരം വഴങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞത് താൻ മത്സരിക്കുക തന്നെ ചെയ്യും, ടിക്കറ്റ് തന്നില്ല എങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കും എന്നത് മാത്രമല്ല, കേരളത്തിലെ 28ഓളം മണ്ഡലങ്ങളിൽ സുധാകരന് സ്വാധീനമുണ്ട്. സുധാകരൻ്റേതായ സ്ഥാനാർത്ഥികൾ, വിമത സ്ഥാനാർത്ഥികൾ വരും എന്നാണ് ഇപ്പോൾ അന്ന് സുധാകരൻ ഭീഷണി മുഴക്കിയത്. പക്ഷേ ഏറ്റവും ഒടുവിലായി ചില നേതാക്കന്മാരുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു. അതിനുശേഷം സുധാകരൻ ഹൈക്കമാൻഡിന് വഴങ്ങുന്നു. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന് കണ്ണൂരിൽ എന്തായാലും സീറ്റില്ല. ചില പ്രഷർ ഗ്രൂപ്പുകളുടെ തീരുമാനം അത് കോൺഗ്രസിൽ നടപ്പിലാവുകയാണ്. ഇനിയും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികകളെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിലെ ഇങ്ങ് തെക്കേ അറ്റത്തെ മണ്ഡലമായ പാറശാല മണ്ഡലം ഈ കോൺഗ്രസിൻ്റെ ഒരു തമ്മിലടി കാരണം തന്നെ ശ്രദ്ധേയമാവുകയാണ്. അതായത് പാറശാല മണ്ഡലത്തിൽ ഇപ്പോൾ പോസ്റ്റർ പ്രചരണം UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടത്തുന്നുണ്ട്. പക്ഷേ രസകരമായ ഒരു കാര്യം, കൈപ്പത്തി ചിഹ്നത്തിൽ 2 പോസ്റ്ററുകളാണ് പാറശാല മണ്ഡലത്തിൽ പ്രചരിക്കുന്നത്. അതായത് വളരെ നേരത്തെ തന്നെ LV അജയകുമാർ എന്ന ഒരു കോൺഗ്രസ് നേതാവ് പാറശാല മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണം തുടങ്ങിയിരുന്നു. അദ്ദേഹം കീ വോട്ടേഴ്സിനെ കണ്ടു തുടങ്ങിയിരുന്നു. പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം അദ്ദേഹം നേരിൽ കണ്ടു എന്ന് മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിലൂടെ താനാണ് പാറശാല മണ്ഡലത്തിൽ UDFനെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ പോകുന്നത് എന്ന നിലയിൽ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്ററാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ പ്രചരണവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. നാടിൻ്റെ പ്രിയപ്പെട്ടവൻ, പാറശാല മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി LV അജയകുമാറിനെ വിജയിപ്പിക്കുക എന്ന പേരിൽ അദ്ദേഹം പോസ്റ്റർ പ്രചരണം മണ്ഡലത്തിൽ ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള പേര് പാറശാല മണ്ഡലത്തിൽ ശ്രീ നെയ്യാറ്റിൻകര സനലിൻ്റേതാണ്. നെയ്യാറ്റിൻകര സനലിൻ്റെ പോസ്റ്ററുകളും ഇപ്പോൾ പ്രചരിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നുവെച്ചാൽ പാറശാല മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ 2 പേർ പോസ്റ്റർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നേരത്തെ പറഞ്ഞ LV അജയകുമാറും നിങ്ങളിപ്പോൾ കാണുന്നത് പോലെയുള്ള അപ്പോൾ തുടങ്ങുകയല്ലേ എന്ന ഹെഡിങ്ങോടുകൂടി നെയ്യാറ്റിൻകര സനലിൻ്റെയും പ്രചരണം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. പാറശാല നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി നെയ്യാറ്റിൻകര സനലിൻ്റെ റോഡ് ഷോ എന്ന രീതിയിലാണ് പോസ്റ്ററുകൾ പ്രചരിക്കുന്നത്. സത്യത്തിൽ പാറശാല മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഇടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടുത്തെ സിറ്റിംഗ് MLA ആണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. സിറ്റിംഗ് MLA CK ഹരീന്ദ്രൻ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം, അദ്ദേഹത്തിൻ്റെ പേര് പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം പ്രചരണം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല BJP അവിടെ ഒരു യുവ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിട്ടുണ്ട്. ശ്രീ ഗിരീഷ് നെയ്യാർ BJPക്ക് വേണ്ടി അവിടെ നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹവും നേരത്തെ ഈ പറഞ്ഞതുപോലെ കീ വോട്ടർമാരെയൊക്കെ കാണുന്ന പ്രവർത്തനങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുമ്പ് രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം റോഡ് ഷോയിൽ തുടങ്ങി. ഇപ്പോൾ വ്യാപകമായി BJPയുടെ പ്രചരണവും, അവിടെ BJP ക്രമാനുഗതമായി സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം കൂടിയാണ് പാറശാല മണ്ഡലം. ആ പാറശാല മണ്ഡലത്തിൽ ഒരു യുവ രക്തത്തെ നേരത്തെ തന്നെ പ്ലേസ് ചെയ്യുകയും അവിടെ BJPയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് UDF പ്രവർത്തകരുടെ ഇടയിൽ, UDF അനുഭാവികൾക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ വലിയ ആശങ്കയും ആശയക്കുഴപ്പവും സൃഷ്ടിച്ചുകൊണ്ട് 2 നേതാക്കന്മാർ ഇപ്പോൾ UDFന് വേണ്ടി പാറശാല മണ്ഡലത്തിൽ പ്രചരണം നടത്തുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്.
സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.